അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പെഞ്ഞായി മക്കളൊട്ടു ദീനി ചൗക്കട്ടിലായിട്ട് അങ്ങനെ വളർത്തിയെടുക്കുകയും അള്ളാഹുടെ കൽപ്പനകളെ അങ്ങോട്ട് കൽപ്പിക്കൽ നിർബന്ധമാണ് എന്ന് വിവരിക്കടെ ബാബായിട്ടിക്കട്. ആ ബാബില് എൻ്റെ മൂന്നാമത്തെ ഹദീസ് നമ്പർ 300. എന്തായിട്ടിക്കട് ഈ ഹദീസ് ഞങ്ങൾ മുന്നുള്ളവർക്ക് വിവരിച്ച ഹദീസും കൂടി ആയിട്ടിക്കട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ചോദ്യവുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് അവൻ്റെ പെഞ്ഞായി മക്കളെ സംബന്ധിച്ച് അവനക്ക് ഉത്തരവാദിത്വമുണ്ട്. റായി ആയിട്ടിക്കട്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ആളായിട്ടിക്കട്. അപ്പം അങ്ങനെ ദീനി ചൗക്കട്ടിൽ അങ്ങനെ നോക്കിയെളുക എന്നുള്ളതാണ്ട് ജവാബ്ദാരി ആയിട്ടിക്കട്. അപ്പം അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. ഒരു വ്യക്തിയിലൊക്കെ അവൻ്റെ കുറിച്ച് ചോദ്യമുണ്ട്, അവൻ്റെ പെഞ്ഞായി മക്കളെ കുറിച്ച് ചോദ്യമുണ്ട്. അപ്പം അങ്ങനെയൊട്ടും അള്ളാഹു കൽപ്പിച്ചത് ചെയ്തിരെ, അള്ളാഹു വിരോധിച്ചത് അങ്ങ് ചെയ്യുമ്പോൾ ഇത് ചെയ്യരുത് എന്ന് വിരോധിക്കുകയും അള്ളാഹു കൽപ്പിച്ചത് ഇത് അങ്ങനെയൊട്ട് കൽപ്പിക്കൽ അത് നിർബന്ധമായിട്ടിക്കട്, അതിനെക്കുറിച്ച് ചോദ്യമുണ്ട് എന്നായിട്ടിക്കട് ഈ ഹദീസ്. നമുക്ക് ആ ഹദീസ് നോക്കാം. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊല്ലെ, ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ, കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും റായി ആയിട്ടിരിക്കുന്നത്. റായിൻ ചൊന്നെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ വിശ്വസ്തയോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട, അതിൽ നോക്കിയെല്ലാം ജാഗ്രതയാക്കിയെല്ലാം എന്ന് ഏൽപ്പിക്കപ്പെട്ടാൽ അപ്പം നിങ്ങളെല്ലാവരും ജവാബ്ദാരി ഉള്ളതാണ്. കുല്ലുക്കും മസ്ഊലൻ അൻ റഇയ്യതി, അവൻ്റെ ഈ ജവാബ്ദാരിയെ കുറിച്ച് അവൻ്റെ ചോദ്യമുണ്ട്. നിങ്ങളെല്ലാവരും അൽ ഇമാമു റായിൻ, ഒരു രാജ്യത്തെ രാജാവ് ഉത്തരവാദിത്വമുള്ള ആളായിട്ടിരിക്കുക. അപ്പൊ ആ പ്രജകളെ സംബന്ധിച്ച് നമുക്ക് ദീനിയായ കാര്യങ്ങൾ ചൊന്നുകൊടുക്കും, ദീനിയായ നിലക്ക് അങ്ങനെ നിയന്ത്രിക്കും. ആ രാജാവുടെ കടമയായിട്ടിരിക്കണം. മസ്ഊലൻ അൻ റഇയ്യതി, അയാളെ ഉത്തരവാദിത്വത്തെ കുറിച്ചിട്ട് അയാൾക്ക് ചോദ്യമുണ്ട്. വറജുലു, ഒരാണിങ്ങ റായിൻ ഫി അഹ്ലിഹി, അയാളെ പെഞ്ഞായി മക്കൾ അയാൾ ഉത്തരവാദിത്വമുള്ള ആളായിട്ടിരിക്കണം. മസ്ഊലുൻ അൻ റഇയ്യതിഹി, അയാളെ ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് അയാളോട്ട് ചോദിക്കപ്പെട്ടതും കൂടിയായിരിക്കും. വൽ മർഅതു, പെണ്ണ് റായിയത്തുൻ ഫി ബൈതി സൗജിഹ, അവളെ മാപ്പിളയുടെ അവൾ ഉത്തരവാദിത്വമുള്ളവളായിട്ടിരിക്കുന്നത്. മസ്ഊലത്തുൻ അൻ റഇയ്യതിഹ, അവളെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അവളോട്ട് ചോദ്യമുണ്ട്, അവർക്കും ജവാബ്ദാരിയുണ്ട്. വൽ ഖാദിമു റായിൻ, അതുപോലെ ഒരു ഖാദിം ഖിദ്മത്ത് എടുക്കലാൽ ഉത്തരവാദിത്വമുള്ള ആളായിട്ടിരിക്കുന്നത്. ഫി മാലി സയ്യിദിഹി, അവന്റെ യജമാന്റെ സ്വത്തിൽ. മസ്ഊലുൻ അൻ റഇയ്യതി, ആ ഖാദിമുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അയാളൊക്കെ ചോദ്യമുണ്ട്. ഫകുല്ലുക്കും റായിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള ആളായിട്ടിരിക്കുക. മസ്ഊലൻ അൻ റഇയ്യതിഹി, ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടതും കൂടിയായിട്ടിരിക്കുക. മുത്തഫഖുൻ അലൈഹി. അപ്പൊ എന്തായിട്ട് കിടച്ചുന്നത്, എല്ലാവർക്കും ജവാബ്ദാരി. ആ ജവാബ്ദാരിയെ കുറിച്ച് ചോദ്യമുണ്ട്. ഒരാളുകളുടെ പെഞ്ഞായി മക്കളുടെ വിഷയത്തിൽ ജവാബ്ദാരി. അപ്പൊ പെഞ്ഞായി നിസ്കരിക്കില്ലെങ്കിൽ, നോമ്പൊഴിച്ചില്ലെങ്കിൽ, അള്ളാഹു കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ അത് മാപ്പിളക്ക് കൽപ്പിക്കലും അവളെ ആ നിലക്ക് ചെയ്യുപാട്ടിൽ നിർബന്ധമായിട്ട്. അവൻ അതിനെ സംബന്ധിച്ച് അവന്റെ ഉത്തരവാദിത്വം തീർക്കണം. അവന്റെ മക്കളെ കുറിച്ചും അങ്ങനെ തന്നെ. ഒരു പെണ്ണ് കാണെങ്കിലോ മാപ്പിളയുടെ ഒത്തിരി ജവാബ്ദാരി ഉണ്ട്. മാപ്പിളില്ലാത്ത ഉത്തരം സൂക്ഷിച്ചോളണം, അവൾ തടിയെ സൂക്ഷിച്ചോളണം, മക്കളെ നോക്കിയോളണം. അതവരെ ഉത്തരവാദിത്വമായിരിക്കണം. മുത്തഫഖുൻ അലൈഹി. അള്ളാഹു ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖൈർ